ഹലോ എവ്രി വൺ, ഞാൻ സുമി നിരഞ്ജൻ. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സ് ആണ്. അതിപ്പം എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ഫാബ്രിക്കാണ് ലിനൻ കോട്ടൺ. ഈ ഒരു ക്ലൈമറ്റിൽ, ഈ ഒരു വെതറിലും വളരെ കംഫർട്ടബിൾ ആണ് ഇതിടാനായിട്ട്. അതിൽ നല്ല ഡിഫറെൻ്റ് ആയിട്ട് ഫ്ലോറൽ പ്രിൻറ്റ്സ് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിൻ്റെ കൂടെ തന്നെ അതിൽ നെക്കിൽ എംബ്രോയ്ഡറിയും വരുന്നുണ്ട്. അതേപോലെ അടുത്തൊരു ഡിസൈൻ എല്ലാം വി നെക്ക് പാറ്റേൺ ആണെന്ന് കാണുന്നത്. വേറൊരു ഡിസൈൻ വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ. ഇത് റീസ്റ്റോക്ക് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നായിരുന്നു. മറ്റൊരു ഡിസൈൻ വന്നിട്ടുള്ളത് മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഡിസൈനുമാണ്. അപ്പോൾ ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഈ ലിനൻ കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. എല്ലാം പേസ്റ്റൽ ടോൺസിലോട്ട് വന്നതാണ്. അപ്പോൾ ഇത് വരുന്നത് ഇതൊരു പെയിൽ യെല്ലോ കളർ ടോണിൽ ഫ്ലോറൽ പ്രിൻറ്റ്സ് വരുന്നതാണ്. ഡിജിറ്റൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് ഇത്, പാറ്റേൺ ആണ് ഇതിൽ വരുന്നത്. എല്ലാം നല്ലൊരു സൂതിങ് ആയിട്ടുള്ള നല്ലൊരു സട്ടിൽ ഷെയ്ഡ്സ് ആണ് ഇതിലോട്ട് വന്നേക്കുന്ന ആ ഒരു കോമ്പിനേഷനും. പിന്നെ നെക്കിലോട്ട് നമുക്കിതിൽ ഷാർപ്പ് വി നെക്കാണ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ചുറ്റും ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ്, മെഷീൻ വർക്ക് വരികയാണ്. അതും ഈ ഇതിനോട് തന്നെ മാച്ചിങ് ആയിട്ട് കുറച്ച് ഡാർക്ക് ടോണിലോട്ടുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള എംബ്രോയ്ഡറിയാണ്. അതിൻ്റെ ആ എംബ്രോയ്ഡറി ഡീറ്റെയിലിങ്ങിന് നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ട്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഇതുപോലെ ഒരു സ്ട്രൈപ്സ് ആണ്. അത് ഫാബ്രിക്കിൽ തന്നെ സെൽഫായിട്ട് വീവ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഒരു ലൈറ്റ് സിൽവർ ടോണിലോട്ട് വരുന്നതാണ്. ബാക്ക് സൈഡിലും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്, വിത്ത് ആ ഒരു സ്ട്രൈപ്സ് തന്നെയാണ്. പിന്നെ അടുത്ത് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നതും ലിനൻ കോട്ടണിൽ തന്നെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത്, സെയിം കളർ ടോണിൽ തന്നെ. അതേപോലെ തന്നെ ഒരു പ്ലെയിൻ ഡീറ്റെയിലിങ്ങും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ സിഗ്സാഗ് ഡീറ്റെയിലിങ്ങും ഫ്ലോറൽ പാറ്റേണും. സൈഡിലോട്ട് ഇതിൻ്റെ കാന്ത സ്റ്റിച്ചസിൻ്റെ വർക്കും അതിൻ്റെ ഏറ്റവും അരികിലായിട്ട് ഇതുപോലെ ക്രോഷ്യയുടെ പാറ്റേണിലുള്ള ഒരു വർക്ക് ഡീറ്റെയിലിങ്ങും ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഹാൻഡി വർക്കായിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്, ഈ ഒരു ക്രോഷ്യ വർക്കും അതുപോലെ തന്നെ ഈ കാന്ത സ്റ്റിച്ചിൻ്റെ ഡീറ്റെയിലിങ്ങും. ബോട്ടം വന്നിരിക്കുന്നത് ഇതിൻ്റെ സിന്തറ്റിക് സിൽക്കിലാണ്. ഇതിൽ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു സിൽവർ ഗ്രേ കളർ ടോണിലോട്ട് സെയിം പാറ്റേൺ തന്നെയാണ്. വർക്കും അതുപോലെ എല്ലാം സെയിം തന്നെയാണ്. ദുപ്പട്ട അതേപോലെ തന്നെ സിൽവർ ഗ്രേ ഷെയ്ഡിലോട്ടാണ്. പിന്നെ ബോട്ടം വന്നിട്ടുള്ളതും അതേപോലെ തന്നെ സിൽവർ ഗ്രേ കളർ ടോണിൽ തന്നെയാണ്. സിന്തറ്റിക് സിൽക്കിലാണ് ബോട്ടം പെയർ ചെയ്യുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് ലൈല കളർ ടോണിലോട്ട് സെയിം പാറ്റേൺ തന്നെ. ദുപ്പട്ട സെയിം ഡിസൈൻ തന്നെ. ബോട്ടം വന്നിട്ടുള്ളതും അതേപോലെ തന്നെ സിന്തറ്റിക് സിൽക്കിൽ. ഇനി ഇതിൽ ഒരു ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. അത് വന്നിട്ടുള്ള ഒരു പൗഡർ ബ്ലൂ കളർ ടോണിലോട്ടാണ്. ഇതുപോലെ വരും, സെയിം പാറ്റേൺ. ഈ ഒരു ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. ഇതിൽ ദുപ്പട്ട വരുന്നത് ഇതുപോലെ വരും. ബോട്ടം വന്നിട്ടുള്ളത് സിന്തറ്റിക് സിൽക്കിലാണ്. ജെറ്റ് ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണിത്. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് മെറൂണും അതിൻ്റെ കൂടെ തന്നെ ബ്രൗൺ കളറും കൂടെയാണ്. പിന്നെ നെക്കിലേക്ക് വരുന്നത് ഹാൻഡ് വർക്കാണ്. കട്ട് ബീഡ്സും ത്രെഡും ഉപയോഗിച്ച് ഇടയ്ക്ക് ചെറിയ സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള, അതുപോലെ മിറർ വർക്കും വന്നിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ് നെക്കിലോട്ട് ഹാൻഡ് വർക്കായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളതും പ്യുവർ ഷിഫോണിലാണ്. അത് ജെറ്റ് ബ്ലാക്ക് കളറിൽ തന്നെ വന്നിട്ട് അതിലും ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. എൻഡിലേക്ക് ടാസൽസും ചെയ്ത് വന്നിട്ടുണ്ട്. ബോട്ടം അതുപോലെ തന്നെ പ്യുവർ കോട്ടണിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ലാസ്റ്റ് കാണാൻ പോകുന്നത് പ്യുവർ മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റൽ പ്രിൻറ്റഡ് ആണ് ഈ ഫാബ്രിക്. അതൊരു ഫ്ലോറൽ പാറ്റേൺ ആണ്. ഒരു ബ്ലൂയിഷ് ഗ്രേ കളർ ടോണിലോട്ടും ഒരു ലൈറ്റ് ഗ്രേ സിൽവറിഷ് ഗ്രേ ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. പിന്നെ ഒരു ചോക്ലേറ്റ് ബ്രൗണിൻ്റെയും കൂടെ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലോറൽ പാറ്റേൺ. ബാക്ക് സൈഡിലും അതുപോലെ തന്നെ വരും. നെക്കിലോട്ട് വന്നിട്ടുള്ളത് ഓർഗാൻസ ഫാബ്രിക് ആണ്. അത് എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ള ലേസ് പാറ്റേണിൽ ഓവർലാപ്പ് വീലോട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി അത് എംബ്ലിഷ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിലൊരു സ്കാലപ്പ് ഡീറ്റെയിലിങ്ങും സൈഡിൽ ഗ്ലാസ് മിറർ വർക്കും വന്നിട്ടുണ്ട്. അടുത്ത ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട ഷിഫോണാണ്. ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അതിൽ മോട്ടീഫ് പാറ്റേണിലുള്ള എംബ്രോയ്ഡറിയും സൈഡിലോട്ട് ഒരു സ്കാലപ്പ് ലേസും വന്നിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വന്നിട്ടിരിക്കുന്നത് പ്യുവർ ഷാൻറ്റൂണിലാണ്. ഇതുപോലെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ നമ്മളിന്ന് കണ്ടത് പല വെറൈറ്റിയിലുള്ള മെറ്റീരിയലിലുള്ള അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സ് ആയിരുന്നു. ലിനൻ കോട്ടൺ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്യുവർ കോട്ടണിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാം. ഇല്ല വാട്സപ്പ് നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.